അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഒരാളോട് ഒരു സഹായം ചോദിക്കുന്നു. നമ്മൾ ചോദിച്ചത് അയാൾ നൽകുന്നു. വീണ്ടും നമ്മൾ അയാളോട് സഹായം ചോദിക്കുന്നു. നമ്മൾ ചോദിച്ചത് അയാൾ നൽകുന്നു. അധികം വൈകാതെ മൂന്നാമതും നമ്മൾ അയാളെ സമീപിക്കുന്നു, സഹായം ചോദിക്കുന്നു. അപ്പോൾ ചെറിയ മുഷിപ്പ് അയാൾക്ക് ഉണ്ടാവും, എങ്കിലും നമ്മൾ ചോദിച്ചത് തരുന്നു. നാലാമതും നമ്മൾ അയാളെ സമീപിക്കുന്നു, സഹായം ചോദിക്കുന്നു. അപ്പോൾ അയാൾക്ക് മടുപ്പ് അനുഭവപ്പെടും. ആദ്യം അവൻ കൊടുത്തതാണ് പ്രശ്നമായത് എന്ന് അയാൾ വിചാരിക്കും. പിന്നെയും പിന്നെയും നമ്മൾ അയാളോട് ചോദിച്ചാൽ അയാൾ നമ്മളെ വെറുക്കും. ഇതാണ് മനുഷ്യരുടെ പൊതുവായ സ്വഭാവം. എന്നാൽ ഇതിന് നേർ വിപരീതമാണ് അള്ളാഹുവിന്റെ സ്വഭാവം. നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചില്ലെങ്കിലാണ് അള്ളാഹു ദേഷ്യപ്പെടുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ലം യസ്അലില്ലാഹ, ആർ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലയോ, യഗ്ളബ് അലൈഹി, അവനോട് അള്ളാഹുവിന് കോപമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ചോദിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ചോദിക്കുന്നത് കുറക്കുന്നുവോ നമ്മളോടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടവും കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് നിറയണം. നമ്മുടെ ദൈനംദിന ജീവിതം പ്രാർത്ഥന കൊണ്ട് നിറക്കണം. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ശീലമാക്കി മാറ്റണം. കണ്ണീരൊഴുക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും അള്ളാഹുവും തമ്മിൽ ആഴത്തിലുള്ള ഒരു വൈകാരിക ബന്ധം രൂപപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.